ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് പൊരിച്ച് വെച്ചൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അതിനായി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയായിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സിർക്കയും കൂടി നന്നായി പുരട്ടി വെക്കുക. ഇനി കുരുമുളക് പൊടി, ഉപ്പ് എന്നോട് മറന്നു പോയതായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി യോജിപ്പിച്ച് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ പുരട്ടി ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ നല്ലതാണ്. ചിക്കനിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിച്ച് കിട്ടും. പിന്നെ നേരമില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് പോലും ഇത് നോക്കി ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇപ്പോൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഈ ബാക്കി പൊരിച്ച എണ്ണ ഒഴിച്ച് കൊടുത്ത എണ്ണ തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പൊരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, 2 വലിയ ഉള്ളി, 1 തക്കാളി ഇതാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ 2 പച്ചമുളക് 2 എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതലുള്ള മുളകായതുകൊണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കാം. ഈ കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ കുക്കർ മൂടി തുറന്നിനി ഇപ്പോൾ നല്ലോണം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം പാത്രം മാറ്റി കൊടുത്തത് മറ്റേ എനിക്ക് ഇളക്കാൻ പ്രയാസമായതുകൊണ്ടാണ്. ഇത് 1 തക്കാളി കുറച്ച് മുളക് പൊടിയും കൂട്ടി പേസ്റ്റ് ആക്കിയതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഇപ്പോൾ നല്ല അടിപൊളി ഒരു കറി ആയിട്ടുണ്ട്. ഇത് പൊറാട്ടക്കും നെയ്ച്ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.